ന്യൂസ് ടെന്നിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം മുമ്പ് ന്യൂസ് ടെൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ എത്തിച്ചു തന്നിരുന്നു. ഒരു ഇരുനില വീട് ജാക്കി ഉപയോഗിച്ച് ഉയർത്തി അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനെക്കുറിച്ചാണ് അന്ന് ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരുന്നത്. ആ വീഡിയോ കണ്ടിട്ട് നിരവധി ആൾക്കാർ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ വീട് ലിഫ്റ്റ് ചെയ്താൽ എത്രത്തോളം സുരക്ഷിതമാകും എന്നുള്ളതായിരുന്നു ചോദ്യം. ഇന്ന് അതിൻ്റെ മറുപടിയുമായി ഈ നെടുമങ്ങാട് ഞങ്ങൾ കാണിച്ച വീട് പണി ചെയ്യുന്ന കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭൂമി ഹൗസ് ലിഫ്റ്റിങ്ങിൻ്റെ ഉടമ ഷിബു നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് നിങ്ങളോട് വിശദമായി സംസാരിക്കും. സാധാരണ ആൾക്കാർ ഈ ഒരു വർക്കിനെ, ഈ ഒരു ജോബിനെ നിങ്ങളെ സമീപിക്കുന്നത് എന്തിൻ്റെ അവരെ ആവശ്യം എന്തായിരിക്കും? 3 കാരണങ്ങളുണ്ട്. ഒരു കാരണം വെള്ളം കയറുക എന്നുള്ളതാണ്. ഈ വെള്ളം കയറുന്നത് നമുക്ക് ഫ്ലഡ് വരണം എന്നല്ല, നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ഫില്ലിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും സ്വാഭാവികമായിട്ട് വീടിൻ്റെ ജലനിരപ്പ് ഉയർന്നിട്ട് വീടുകളിൽ പതുക്കെ വെള്ളം കയറുന്ന ഒരവസ്ഥ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് പുതിയ റോഡൊക്കെ മുന്നിൽ വരുന്ന സമയത്ത് വീട് ഇരുന്ന പോലെ ആയിപ്പോവും. അവിടെ വെള്ളം കയറണമെന്നൊന്നുമില്ല, അപ്പോൾ വീട് കുഴിയിലായ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഈ പാടത്തൊക്കെ വയലിൻ്റെ കരയ്ക്കൊക്കെ അല്ലാണ്ട് അടിയിൽ ചളിയുള്ള സ്ഥലത്തൊക്കെ അറിയാതെ വീട് വെച്ചിട്ട് താഴോട്ടിരുന്ന് പൊട്ടിപ്പോവും. ബേസ്മെന്റ് സ്ട്രോങ് അല്ലാതെ ബേസ്മെൻറ്റ് താഴോട്ടിരുന്ന് പൊട്ടിപ്പോവും. ഈ 3 കാരണങ്ങളാണ് നമുക്ക് ഇത് ചെയ്യാനുള്ളത്. ഇത് ഒരു ഹൈ റിസ്ക് ജോബാണ്, വലിയ ഒരു ഇതാണ്. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് നമ്മളെ ശ്രദ്ധയാണ് കൂടുതൽ വേണ്ടത്. പിന്നെ നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ വീടിൻ്റെ ഒരു ആരോഗ്യം വളരെ പ്രധാനമാണ്. വീടിൻ്റെ ആരോഗ്യം എന്ന് വെച്ചാൽ അത് എത്ര ഏജ് ആയിട്ടുണ്ട്, അത് എത്ര പഴക്കം വന്നിട്ട് അതിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പരിപൂർണമായിട്ട് ഇത് സേഫായിട്ട് പൊക്കിയ ഒരു ചെറിയ ചിന്നൽ പോലും വരാണ്ട് പൊക്കിയ വീടുകൾ അനവധിയുണ്ട്. എന്നാൽ ചെറിയ ക്രാക്സുകൾ വരാറുണ്ട്. ചിലപ്പോൾ സമയത്ത് വീടിൻ്റെ ഒരു സൈഡ് ചുമര് താഴെ പോയിട്ടുണ്ട്, അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് തന്നെ ആയാലും ഇത് പൊക്കി സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നവരെ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഉണ്ടാകുന്ന റിപ്പയറുകൾ മുഴുവനും ഫിനിഷ് ചെയ്ത് അവർ കസ്റ്റമർ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ടേ ഞാൻ ഇറങ്ങാറുള്ളൂ. ഇവിടെ താമസം തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷമായി. പക്ഷേ ഈ കഴിഞ്ഞ മെയ് 23-ാം തീയതി അതിശക്തമായുള്ള മഴ വന്നിട്ട് ആ മഴയിൽ ഞങ്ങൾ വീടിനകത്ത് അതിൽ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക 1 മീറ്ററോളം വെള്ളം വീടിനകത്ത് കയറി ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടായി. അപ്പോൾ അതിനനുബന്ധിച്ച് ഇവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു ഭയപ്പാട് മനസ്സിൽ വന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഒന്നെങ്കിൽ വീട് ഉപേക്ഷിക്കുക, കുറഞ്ഞ വിലയ്ക്ക് വിറ്റിട്ട് പോവുക, അതല്ലെങ്കിൽ പുതിയൊരു വീട് വയ്ക്കുക. പുതിയ വയ്ക്കുക എന്ന് പറഞ്ഞാൽ 1700 സ്ക്വയർ ഫീറ്റിന് 1800 വെച്ചാകും. മിനിമം ഒരു 25 lakhs 30 lakhs വേണം. അപ്പോൾ അതൊരിക്കലും ഇപ്പോൾ എന്താ പറയുക സാമ്പത്തികമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുതിയ ഒരു ഭൂമി എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനി അവരെ ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന വർക്കുകൾ തിരുവനന്തപുരത്തുണ്ട്, എറണാകുളമുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഞാൻ പോയി കണ്ട് ഓരോ സ്റ്റേജിൽ ഞാൻ പോയി കണ്ടിരുന്നു. കണ്ടതിന് ശേഷം പിന്നെ ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ പേര് ഷിബു എന്നാണ്. ഞാൻ കോഴിക്കോടാണ് സ്വദേശി. എൻ്റെ ഏകദേശം 10 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിൽ ഞാനുണ്ട്. എൻ്റെ കമ്പനിയുടെ പേര് ഭൂമി ഹൗസ് ലിഫ്റ്റിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ് ആണ്. ഏകദേശം കോഴിക്കോട് മാത്രം ഞാൻ ഏകദേശം 100ഓളം വീടുകൾ ഇപ്പോൾ ഓൾറെഡി പൊക്കിക്കഴിഞ്ഞു. ഇപ്പം കേരളത്തിൽ മുഴുവനായിട്ടും സൗത്ത് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ചില ഭാഗങ്ങളിലുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വളരെ സക്സസ്ഫുള്ളായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീട് ഏകദേശം നമ്മളൊരു പുതിയ വീട് ഉണ്ടാക്കുന്ന കോസ്റ്റിൻ്റെ 3-1 കോസ്റ്റുകളാണ് ഇതിന് ഏതാണ്ട് വരിക. അത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും. വീടിൻ്റെ പഴക്കത്തിനനുസരിച്ച് ചിലപ്പം കൂടാം. അങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് വൈസ് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ വീട് ലിഫ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള ആളുകൾ പിന്നെ ആവശ്യക്കാരെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ ഡയറക്റ്റ് തന്നെ ബന്ധപ്പെടണം. ഞങ്ങൾക്ക് വേറെ ഇടനിലക്കാരുമില്ല. ഞങ്ങളുടെ 2 നമ്പറുണ്ട്. 2 നമ്പറും ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഭൂമി ഹൗസ് ലിഫ്റ്റിംഗ് .com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും വർക്കുകളും അവൈലബിൾ ആണ്.